ഹലോ ഗൈസ് അരുണേട്ടാ, ഹലോ ഗൈസ്. അതായത് ഉത്തമ, ഞങ്ങൾ രണ്ടുപേരും ഒറ്റക്ക് പോവാട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കുടുംബത്തിലൊരു മരണം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് പോയി എന്നല്ലാതെ പിന്നെ എനിക്ക് അങ്ങോട്ട് പോകാൻ സമയം കിട്ടിയിട്ടില്ല. ഇവൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവൻ KSRTCന്ന് എല്ലാവരെയും ആരോ കഴിഞ്ഞു VS-നെയും കൂട്ടിയിട്ട് മറ്റേ VS എന്ന് വെച്ചാൽ എൻ്റെ ഏട്ടത്തിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഏട്ടത്തിയുടെ ഭർത്താവ് VS എന്ന് പറഞ്ഞില്ല, 2 VS ഉണ്ടാകുമല്ലോ. 2 VS അല്ലേ ഉണ്ടാവുക? അളിയനെ ഹെഡാണോ അല്ലേ? അപ്പം പിന്നെ മരിച്ച പുരയിൽ പിന്നെ ഒന്നും ഇതുവരെ എനിക്ക് പോകാൻ സമയം കിട്ടിയില്ല. കാരണം വർക്കിൻ്റെ നല്ല പിരാന്ത് പിടിക്കും, നിന്ന് ചെയ്ത് തീർക്കേണ്ട വർക്ക് ഉണ്ടായിരുന്നേ. അപ്പം രാവിലെ വരെ എന്ന് പറഞ്ഞ് കുത്തിരിന് രാവിലെ പുലർച്ചെയല്ലേടാ ഞാൻ കിടന്നത്? പുലർച്ചെയാണ് ഞാൻ കിടന്നത്. അപ്പോൾ പിന്നെ എണീറ്റ് 12:30. അങ്ങനെ അതും കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കുളിച്ച് അപ്പം ഞാൻ വിചാരിച്ചു മരിച്ച പുരയിലൊന്ന് പോയി വരാമെന്ന് വിചാരിച്ചു. അപ്പം പിന്നെ കുടുംബത്തിൽ പോകുമ്പോൾ കാമുകനെ കൂട്ടിയില്ലേ? മോശമല്ലേ അല്ലേ കാമുക? അപ്പോൾ കുടുംബത്തിൽ കാമുകന്മാരെയും കൊണ്ട് പോകുന്നത് ഒരു സുഖമുള്ള പരിപാടിയല്ലേ ഗൈസ്? പക്ഷെ ഞാനതല്ല ചോദിക്കുന്നത്. ഈ കാമുകനാകുമ്പോൾ ഇവനെങ്ങനെയാണ് എൻ്റെ കുടുംബത്തിലൊക്കെ കയറി കളിക്കുക? ഏട്ടത്തിയും പിള്ളേരോടി ഒന്ന് അങ്ങാടിയിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, അവൾക്കെന്തോ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏട്ടത്തിന് എന്നെ കണ്ടാ പ്രശ്നമാവൂലേ? ഇവനുണ്ടല്ലോ നമ്മളെ പ്യാലക്കൽ അമ്മച്ചി എൻ്റെ കാമുകനാക്കിയതാണ്. അപ്പം ഞാൻ ചിന്തിക്കുക, ഇവൻ എൻ്റെ വീട്ടിലൊക്കെ കയറി നടക്കുന്നടേ, അങ്ങനെ പാടില്ലല്ലോ കാമുകന്മാര്. നിങ്ങളെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്ക് ഗൈസ്. അബിയേട്ടൻ നല്ല അംബാനിയ, അതേ അരമന ബസ്സാട്ടോ, എൻ്റെ കമ്പനിക്കാരനാണ്. ഇനി അവനെയും കൂടി എൻ്റെ കാമുകനാക്കല്ലേ. പിന്നെ അപ്പം അരമന ബസ് പോയപ്പോൾ അബിയേട്ടാന്ന് വിളിച്ച, ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായി അബിയേട്ടൻ്റെ കൂടെ ബസ്സിൽ പോകുന്നത്. അപ്പോൾ ചുമ്മാ ഒന്ന് മരിച്ച പോയാലൊന്ന് പോകണം, വീട്ടിലൊന്ന് കയറണം. ഏട്ടത്തിയും മക്കളോടും ഞാൻ പറഞ്ഞ ഭയങ്കര ഭക്തനാണ്, അമ്പലത്തിലെത്തുമ്പോൾ ഉണ്ടാകും. പിന്നെ അപ്പം മക്കൾ തിരിച്ചെത്തുമ്പോൾക്ക് എത്തുമെന്ന് വിചാരിക്കുക. പിന്നെ ഓർക്ക് വന്നപ്പോഴേക്കും അരുണിൻ്റെ അച്ഛനും അമ്മയും വരും കേട്ടോ. പക്ഷെ അരുണിൻ്റെ അച്ഛനും അമ്മയും എങ്ങനെ എൻ്റെ കാമുകനാകുമ്പോൾ വീട്ടിൽ വരിക? ഇതൊന്നും എനിക്ക് പിടുത്തം കിട്ടുന്നില്ല ഗൈസ്. ഈ പാലക്കൽ അമ്മച്ചിനോട് ഇതിനൊക്കെ ഉള്ളൊരു ചോദ്യം ചോദിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാ ചെയ്യാൻ, അമ്മച്ചി പറയുന്നത് കണ്ണൻ എന്നാട്ട് പരീക്ഷിച്ചിട്ടങ്ങ് ഇതാക്കുകയെന്ന്. എന്നാ ചെയ്യാനല്ലേ ഗൈസ്? മോതിരം കണ്ടോ? ഇതൊക്കെ കണ്ണനെ വിട്ടിട്ട് വാങ്ങിയതാണേ. പരീക്ഷണം. അപ്പം അങ്ങനെയാണ്. ഏതായാലും മരിച്ച പുരയിലൊന്ന് പോവുകയാണ്. എനിക്കെന്തോ ഭയങ്കര വിഷമമായി. കുറച്ച് ദിവസം ഞാൻ വരച്ചിട്ടൊന്നുമില്ല കേട്ടോ ഗൈസ്. സത്യം പറയുന്നതിന് എന്താ, നമ്മൾ സത്യസന്ധമായിട്ട് കാര്യം പറയുന്നതിൽ എൻ്റെ പെട്ടെന്നുള്ള മരണം എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. അതുകൊണ്ട് ഞാൻ അതിനൊരു വീഡിയോ തന്നെ ചെയ്തിട്ടിട്ടുണ്ട്. കാര്യം എന്താ വെച്ചാൽ, ഓളെ കല്യാണം കഴിച്ച് കൊണ്ടുപോയിട്ട് 22 വർഷം കണ്ടായി, 21-22 വർഷം. ആ 21-22 വർഷത്തിൻ്റെ ഇടയിൽ ആദ്യമായിട്ടാണ് അവൻ എന്നെ കണ്ടിട്ട് മിണ്ടാണ്ട് പോകുന്നത്. അത് പിന്നീട് തന്നെ അവനെ കാണിയില്ല എന്നുള്ള ഒരു ഇതുണ്ടല്ലോ, എനിക്കത് ഭയങ്കര വിഷമമായിപ്പോയി. ഞാൻ അവനെ മയ്യത്ത് കാണാൻ നിന്നില്ല കേട്ടോ, എനിക്ക് കണ്ടില്ല ഞാൻ. പക്ഷെ എൻ്റെ നേരെ മൂത്താക്ക് അവനെ കാണാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായി. പക്ഷെ അവള് പോയതിന് ശേഷമാണ് കൊണ്ടുവന്ന് ആലുവയിൽ നിന്ന് മരിച്ചതാണ്. അപ്പം ഇവിടേക്ക് എത്താൻ കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓളും എൻ്റെ ഏട്ടത്തിൻ്റെ മോനുണ്ട് ഷാനു, ഇവനൊന്നും കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ എനിക്ക് കാണാനൊരു സാഹചര്യം ഉണ്ടായിട്ട് ഞാൻ കാണാതിരുന്നതാട്ടോ. എനിക്കെന്തോ ഭയങ്കര വിഷമമായിരുന്നു. അങ്ങോട്ട് പോകാമെന്ന് അറിയുന്നത് എനിക്ക് ഭയങ്കര വിഷമമാണ്. പക്ഷേ പോയില്ലേ, മോശമല്ലേ? ഓക്കൊരു മോശമല്ലേ ഞങ്ങൾ കയറി ചെന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ. അങ്ങനെ പോവുകയാണ്. സത്യം പറയാച്ചാൽ സങ്കടം കൊണ്ട് പോവുക കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ വയ്യണ്ടാവും കേട്ടോ. അരുണേ ഒരു ടാറ്റ പറയൂ കാമുക. ടാറ്റ പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കൂടി ഞങ്ങളെ മെഡിക്കൽ കോളേജിൽ വന്നിട്ട് ഹല്ലേലൂയ പാടേണ്ടി വരുമായിരുന്നു. ഹായ് അല്ല ടാറ്റ. ഡ്രസ് എടുക്കാൻ വന്നതാ ഗൈസ്. നോക്കിയായിരുന്നേട്ടാ ഇവിടുത്തെ എന്ത് അശോടാ ഏട്ടത്തി മക്കളും ഉണ്ടെന്നിപ്പോൾ ഷോപ്പിലുള്ള ചേട്ടന് ഏട്ടത്തിനിട്ട് ട്രൗസർ കഴിക്കുക. ഓള് ചെറുതിലേ തൊട്ടിട്ട് അറിയുമെന്നും പറഞ്ഞിട്ട് ഉത്തരച്ചേച്ചിൻ്റെ ട്രൗസർ കഴിക്കുക.
ഗെയിം കളിക്കുക കേട്ടോ ഗൈസ്. എന്നിട്ട് ഇവിടെ ഒരു ഷോപ്പിലുള്ളത് വെറുതെ ഒരു പർച്ചേസിങ്ങിന് കയറിയതാണ്. എനിക്കല്ല കേട്ടോ, സിസ്റ്റർക്ക്. അവള് പർച്ചേസ് ചെയ്യുന്നു, ഞാൻ നോക്കി നിൽക്കുന്നു. അതാണ് ഗൈസ് സംഭവം. ഏട്ടത്തിൻ്റെ മോളെ കണ്ട് കാണിച്ചു തരൂല കേട്ടോ. ഓക്കെ, മോന് കാണരുത് എന്നുള്ളത് കൊണ്ട് ഗൈസ് മുഖം പൊട്ടിയതാണ്. ജ്യൂസും എന്താ കുടിക്കാൻ വന്നത്? പണ്ട് അതിൻ്റെ ബിസ്ക്കറ്റോനോട് അതാ ഉള്ളത് റെഡിയായി നിൽക്കുന്ന. അതെ, ഓരോ ബിസ്ക്കറ്റ് വാങ്ങി അതിനുള്ള അതെ. ഏട്ടത്തിന്റെ മക്കളെ പറ്റിയാ പറയുന്നത്. ഏട്ടത്തിന്റെ രണ്ടാളുണ്ട് വലിയേക്ക്. രണ്ടല്ലോ കേട്ടോ, നാല് മക്കളില്ലേ? 3-4 മുതുക്കി തള്ളയാ. ഒന്ന് ഞാൻ കൂട്ടി, ഇപ്പൊ 4 നോക്ക്. മോള് ഇന്ത്യ മോളാ. ഇനി ആരാ മോളാ? അതെ, ഇവിടെ പുതിയൊരാളുണ്ട് ഞങ്ങൾക്ക് ഗസ്റ്റ്. അപ്പോൾ ആരെ മോളാന്നാ ചോദിക്കുന്നത്. ആരെ മോളാ കാണിച്ചു തരൂല എന്തായാലും. സൗണ്ട് കേട്ട് മനസ്സിലായി. ഇനി ആരെ മോളാ? ചിച്ചന്റെ മോളാണോ മൂത്തന്റെ മോളാണോ? രണ്ടാള് തോന്നുകയാണോ? അപ്പൊ പിന്നെ ഇനി ഓളിപ്പം ഏട്ടത്തിന്റെ മോള് ശരിക്കുള്ള മോള് ഇപ്പം ഞാൻ സോപ്പടിക്കുക. കാരണം ഞാൻ എന്തേ വാങ്ങിക്കൊടുക്കാൻ നടക്കുന്ന സംഭവമാണോ ഗൈസ്? ഓൾ ഇതുവരെ ഇല്ലാത്തൊരു സോപ്പടി ഇന്ന്. ഏത് പൈപ്പാടാ? PVC-യാ? വീഗാണോ? മോന് വിട്ട് വലിക്കുക ചെയ്യാം. ഒരു ഷവർമയും ജ്യൂസും കുടിക്കുക ഗൈസ്. ഞാൻ കുടിക്കുന്നില്ല ഗൈസ്, എനിക്ക് ഷവർമ പിടിക്കില്ല ഗൈസ്. യൂട്യൂബിലിടാൻ വീഡിയോ എടുക്കുക. ആ യൂട്യൂബറാ. ഷവർമ വരുമ്പോൾക്ക് ജ്യൂസ് ഫുള്ള് കുടിച്ച് തീർത്താല് അരുണ് ജ്യൂസ് കൊടുക്കൂല എന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് സംഭവം. വലിയ ജ്യൂസ് ഫസ്റ്റ് കൊടുക്കും, പക്ഷെ ഷവർമ്മക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അത് വേണ്ടിയിട്ടാണ്. മോനെ ഏൽപ്പിച്ചോളത്. എനിക്ക് കല്യാണം കഴിക്കാനാണ്, അതല്ല ചോദിച്ചത്, ഫുഡ് കഴിക്കാനാണ്. ഞാൻ അപ്പോൾ ഓക്കെ ഗൈസ്, ഞങ്ങൾ ചായ കുടിക്കല്ല, ജ്യൂസ് കുടിക്കട്ടെ. ഞാൻ ലൈമാട്ടോ പറഞ്ഞാൽ, ഞാൻ പാവം. ലൈമും ഷവർമ്മ അല്ല, ഷവർമ്മ പറഞ്ഞില്ലല്ലോ, 4 ഷവർമ്മല്ലേ പറഞ്ഞത്. നമ്മള് ഷവർമ്മ കഴിക്കില്ല ഗൈസ്, നോൺ വെജ് ആയതുകൊണ്ടല്ല കേട്ടോ ഗൈസ്. അത് റൊമാലി റൊട്ടി, ചപ്പാത്തി അല്ല. ഓനക്ക് അവിടെ എത്തി. എല്ലാവർക്കും സാധനം കിട്ടി. അൺഫോർച്ചുനേറ്റ്ലി ഇവരാരെയും കാണിച്ചു തരാൻ ഒരു വഴിയുമില്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ എന്നെയും ഇവനെയും കാണിച്ചു തന്നിട്ട് നിങ്ങൾ തൃപ്തി അടിക്കുക. ഓക്കെ, അവനെ മുളകൊക്കെ അടിച്ചിട്ട് ഞാൻ കഴിക്കില്ല കേട്ടോ ഗൈസ്. ഷവർമ്മ നോൺ വെജ് ആയതുകൊണ്ടല്ല കേട്ടോ, പക്ഷെ എനിക്ക് ഇഷ്ടമല്ല ഈ സാധനം, അതുകൊണ്ടാണ്. ഞാനൊരു ലൈമ് മാത്രം കട്ടാക്കുന്നിട്ടാണോ നന്നാക്കി വീങ്ങാൻ. എടാ എനിക്കിത് വേണ്ടായിരുന്നു. കട്ടാക്കട്ടെ എന്നാ ശരി ഗൈസ്. ചായ കുടിക്കാൻ നേരത്ത് അല്ല, ഈ നേരം എന്നെ കാണൂല. കണ്ടോ ഗൈസ്, എവിടുന്ന് പറന്ന് വീണതാന്ന് അറിയില്ല. ഈ ഈച്ചയിലൊക്കെ ജ്യൂസിലൊക്കെ വന്ന്, ഈച്ചയൊക്കെ ജ്യൂസിൽ വന്ന് വിൽക്കൂലേ, അതേമാതിരി കറക്റ്റ് എൻ്റെ മേലേക്ക് വന്ന് വീണതാ. എന്നിട്ട് എന്തൊക്കെ മോനെ പറഞ്ഞ് വിഷയെന്ന് പറഞ്ഞോട്, ഫലൂദ, ജ്യൂസ്, ബർഗർ, പിസ്, പിന്നെ ഷവർമ്മ, ഇതൊക്കെ എങ്ങോട്ട് പോണടേ? അവനത് മാത്രമേ കുടിച്ചുള്ളൂ, ബാക്കിയൊന്നും ഓൻ്റെ നല്ല. ഓന് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം പാത്രം കഴുകിയിട്ട് ഇതിൻ്റെ ബില്ലൊന്നും കൊടുക്കും. കണ്ടോ,
ഓനല്ല കഴിക്കുന്നെന്നുള്ളതിന്റെ തെളിവ് സാക്കിട്ടോ ഓനൊന്ന് എങ്ങോട്ടോ തിരിയുന്നോ നോക്കിയിട്ട് ഏട്ടത്തി മറ്റേത് എന്തായാലും ഫലൂദ പിടിച്ചു വലിക്കുന്ന തിരിച്ചു കൊടുത്തു അരണേട്ടാ അങ്ങനെ ഗൈസ് മരിച്ച വീട്ടിൽ കയറി. പിന്നെ ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. പിന്നെ അവൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഏട്ടത്തിക്ക് കുറേ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പർച്ചേസ് ചെയ്തു. ഇനി വീട്ടിലൊന്ന് കയറണം. ഉമ്മ ചക്ക പുഴുങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ചിക്കൻ ഇട്ടിട്ട് ചക്ക പുഴുങ്ങിയിട്ടുണ്ട് പോലെ അതൊന്ന് പിക്ക് ചെയ്യണം. എന്നിട്ട് നേരെ വീട്ടിലോട്ട് പോകണം. അപ്പൊ നേരെ വീട്ടിൽ പോകണം. പിള്ളേരെത്തിയിട്ടുണ്ട്. എന്റെ കർത്താവേ. അപ്പൊ അങ്ങനെയാണ്. എന്നിട്ട് അതാണ് സംഭവം ഗൈസ്. വീട്ടിലോട്ട് പോവാണ്. മമ്മി ഡാഡിനെ ഒന്ന് കാണണം. എന്റെ വീടും ഡാഡി എത്തിയില്ല എന്ന് തോന്നുന്നു. എന്റെ വീടും ഏട്ടത്തിന്റെ വീടും തമ്മിൽ ഒരു 10 കിലോമീറ്റർ, 8 കിലോമീറ്റർ, അല്ല 6 കിലോമീറ്റർ, 10 മിനിറ്റ് മൂത്ത ഏട്ടത്തി കേട്ടോ. അപ്പൊ രണ്ടാമത്തെ ഏട്ടത്തിക്ക് കമ്പനിക്ക് ആയിട്ടാണ് എന്നെ കൊയിലോണ്ടിക്ക് കിട്ടിച്ചത്. അവള് ഉള്ളിയേരി കരുത്തിയാണ്. ഇവിടുന്ന് താത്തന്റെ അവിടെയൊക്കെ 10 കിലോമീറ്റർ അല്ലേ ഉള്ളൂ. അല്ല 10 ഇല്ലല്ലോ, അല്ല കൊയിലാണ്ടിന്ന് ഒരുപാടുണ്ടല്ലോ. അപ്പൊ അങ്ങനെയാണ്. വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പം വീട്ടിലൊന്ന് കേറാതെ പോയാൽ ശരിയാവില്ലല്ലോ. അപ്പൊ ഉമ്മാനെ ഒന്ന് കണ്ടിട്ട് ആ വയ്യ വേണം വീട്ടിലോട്ട് പോവാൻ. മെയിനായിട്ട് വീട്ടിൽ പോവാനുള്ള കാരണം ഞാൻ പറഞ്ഞു തരാം ഗൈസ്. ഇത് കണ്ടോ, ഞാൻ നാളെ എടുത്തുകൊണ്ടോന്ന് എന്റെ ഡയമണ്ടിന്റെ മാല ഉണ്ടല്ലോ, അത് തിരിച്ച് അങ്ങോട്ട് തന്നെ വെക്കാൻ. കാരണം വീട് കള്ളം വന്നാലോ പോയില്ലേ. അപ്പൊ ഈ ഒരു കള്ളം ഉള്ളത് കൊണ്ട്. പക്ഷെ ഗൈസ് ഇന്ന് എന്റെ ഏട്ടത്തിയൊക്കെ ഇവന്റെ കൂടെ, ഏട്ടത്തിന്റെ മോന്റെ കൂടെ ഉള്ള വീഡിയോ കണ്ടിട്ടില്ലേ? ഏട്ടത്തിന്റെ കൂടെ ആയിട്ടുള്ളത് ഓലാരും ഞാൻ വിളിച്ചത് കാണിക്കല്ല കേട്ടോ. അപ്പൊ നിങ്ങൾ അറിയാം എനിക്ക് കുടുംബമല്ലാഞ്ഞിട്ടാണ്. അങ്ങനെ പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. ഫാമിലി ആരും വാപ്പനടും ഏട്ടത്തിന്റെ മക്കളും. ഏട്ടത്തിന്റെ ഒരു മോനുണ്ടായി, പക്ഷെ അവനെ കിട്ടിയില്ല. അവൻ വീട്ടിൽ കിടന്ന് ഉറങ്ങുക. അവൻ ഇതുവരെ ഇവൻ തന്നെ ഇപ്പൊ ഏട്ടത്തിന്റെ ഉമ്മ എന്ന് വെച്ചാൽ അമ്മയും ഉണ്ടല്ലോ, ഇവനോട് ചോദിക്കുക ഷാനു പോയോന്ന്. എന്റെ ഏട്ടത്തിന്റെ മോനും ഇവനും ഒരേ മൂത്ത മോൻ, ഞാൻ പിന്നെ വാപ്പി, ഇവരൊക്കെ പ്രൊഡ്യൂസറും, ഞങ്ങൾ മൂന്നാളും ഒരേ മോഡലാണ്. എന്റെ വാപ്പിന്റെ മാതിരിയാ ഇവനെന്ന് എല്ലാരും പറയും. അതേപോലെയാണ് ഷാനു. ഇവനും അവനും തമ്മിൽ കണ്ടാൽ ചിലർക്ക് ഈ പ്രായമായ ആൾക്കാരോടൊക്കെ മാറിപ്പോവും. അപ്പൊ ഒരു ദിവസം ഞാൻ അവനെ വീഡിയോയിൽ കൊണ്ടുവരുന്നുണ്ട്. അവന് ഡ്രൈവറാണ്. ഇൻസ്റ്റയില് പോയെ. അല്ല അവനും ഡ്രൈവറാണ്. അപ്പൊ അവൻ ലോങ്ങാ പോവാറ്. അവൻ ലോങ് ഡ്രൈവറാണ്. കറക്റ്റ് ഓനൊക്കെ ഡ്രൈവറിന് പേര് തെറ്റാണ്ട് വിളിക്കാം. കാരണം വലിയ മരമണ്ടി, അതായത് നമുക്കൊക്കെ അറിയാം ബസ്സും കാറും ജീപ്പും ഒക്കെ ഓടിക്കാനല്ല മരമണ്ടി ഓടിക്കുന്നത്. മരമണ്ടി ഓടിക്കാൻ പ്രത്യേക എക്സ്പീരിയൻസ് തന്നെ വേണം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തികച്ചും പേര് തെറ്റാണ്ട് വിളിക്കാൻ പറ്റും ഓനൊക്കെ ഡ്രൈവറിന്. ഇപ്പൊ പാലക്കാടേക്ക് എങ്ങാനും പോയതാ മോയെ? പാലക്കാട് പോവാൻ നിക്ക പോയിട്ടില്ല. അപ്പൊ അവനാണെന്ന് വിചാരിച്ചു. അവന്റെ വല്യമ്മട്ടോ ഇവന്. അപ്പൊ ഷാനു പോവുകയാണോന്ന് ചോദിച്ചു. അപ്പൊ അവനെ ഞാൻ വീഡിയോ മരിച്ച ആവശ്യമൊക്കെ ആയിരിക്കും. അങ്ങനെയാണ് ഗൈസ്. അപ്പൊ ഏതായാലും വീട്ടിലെത്താനായി. വീട്ടിലേക്ക് ആ വൈ കാണിക്കാൻ മറന്നു. അടുത്ത പ്രാവശ്യം വരുമ്പോ കാണിച്ചെടുക്കായി. വല്ലാത്തൊരു ഭയങ്കര വയ്യ. അത് വേറെ 3-4 വൈ ഉണ്ട് കേട്ടോ. അതില് ഒറ്റ വൈ അത് എളുപ്പ വൈക്ക് കയറുന്നതാണ്. ഭയങ്കര വളവും തിരിവും. അതിനൊക്കെ ഒരു പ്രാവശ്യം ഫ്രണ്ട് ക്യാമ വെച്ചിട്ട് കാണിച്ചിരുന്നുണ്ട്. അല്ല ബാക്ക് ക്യാമ വെച്ചിട്ട് ഭയങ്കര റിസ്ക് ഉള്ളൊരു വഴിയാണ്. ഓക്കെ, അപ്പം എന്റെ വീട്ടിലോട്ടുള്ള വഴി തിരിയുകയാണ് ഗൈസ്. എന്റെ വീട്ടിലോട്ട് തിരിയുകയാണ്. മുമ്പിലൊരു ഗാഡി ഉണ്ടാവും ഗൈസ്, പക്ഷേ ഇല്ല, ഓട്ടം പോയിക്കുന്നു. അപ്പൊ ഞാൻ വീട്ടിലൊന്ന് കയറട്ടെ. ഓക്കെ, ബൈ ഗൈസ്. ചക്ക ചിക്കൻ ഇട്ട് വെച്ചത്. അതെ ലസിതാന്റിയെ, ഞാൻ പ്യുവർ വെജിറ്റേറിയൻ ആണ്. നമ്പൂരിന്റെ വീട്ടിലുള്ള കോഴിയാട്ടോ.
അതുകൊണ്ട് നമ്പൂതിരിൻ്റെ വീട്ടിലുള്ള കോയിന് ആർക്കും തിന്നാം ഇല്ലേ, പ്യൂർ വെജിറ്റേറിയൻ അല്ലേ നമ്പൂതിരി കോയി. അപ്പം ചക്കയും ചിക്കനും. ഗായ്സ് കണ്ട ഗായ്സ് ഒച്ചയ്ക്ക് ഇനി ബാക്കി ഞങ്ങള് എന്താ ഇന്നാള് അമ്മ പൈത്ത ചക്കയും കൊണ്ട് തന്ന് ഇന്ന് പുഴുങ്ങിയ ചക്കയും ഇതൊക്കെ ഞെപ്പല്ലോ. സൂപ്പറാണ് ഗൈസ്, സൂപ്പറാണ്. ബൈ. ഹലോ ഗൈസ്, അങ്ങനെ തിരിച്ചിതേ വീട്ടിലെത്തി. ഇവിടെ എത്തിയപ്പോൾ ഗായ്സ് ഒരാളുടെ സങ്കടം കാണാൻ പറ്റുന്നില്ല ഗായ്സ്. അതെ, ഈ വരുന്ന 14-ാം തീയതി വാലന്റൈൻസ് ഡേ ആണ്. അപ്പം ഞാൻ വാലന്റൈൻസ് ഡേക്ക് ഗുരുവായൂർ പോകാൻ വേണ്ടിയിട്ട് മുൻപേ പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ കാരണം പ്രണയം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം കണ്ണനീൻ്റെ അതിനെയാണല്ലോ ഓർമ്മ ആവുക. പക്ഷേ അന്നൊരാൾക്ക് പഠനയാത്ര വെച്ചിട്ടുണ്ട്. അപ്പൊ പഠനയാത്രക്ക് പോകാൻ വേണ്ടിയിട്ട് ഒക്കെ വെള്ളിയാഴ്ച ഉണ്ടെന്നാണോ അല്ലേ. ഇനി കരയല്ലളിയാ, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. അച്ഛനില്ലേ, അരുണേട്ടൻ്റെ അച്ഛൻ പൈസ കൊടുക്കും പറഞ്ഞിട്ട്. എത്ര അരുണേട്ടാ? 130 റുപ്യ വേണം ഈ ഒരു ടൂറ് പോകണം എന്നുണ്ടെങ്കിൽ. ഗൈസ്, എന്നെ കുറ്റി പൊട്ടിച്ചാൽ കിട്ടൂലേ 130 റുപ്യ? അന്ന് നമ്മൾ അച്ഛനെ പണി ലീവാക്കിക്കെങ്കിൽ വേജാറല്ല, ഇനി കൂമുള്ളി നിന്നോളൂ കണ്ടി, അല്ലെ അമ്മനോട് കൊണ്ടുവച്ചാക്കാൻ പറയാണ്ടി. അപ്പോൾ അതിനൊരു കാര്യത്തിന് തീരുമാനമാക്കി അമ്മനോടോ അച്ഛനോടോ കൊണ്ടുവച്ചാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മയും അച്ഛനും ഇപ്പോൾ വരൂലേ, ഒന്ന് ചോദിച്ചു നോക്കണേ. പേടിച്ചു പോയി ഗൈസ്. അപ്പോൾ അമ്മയും അച്ഛനെന്ന് പറഞ്ഞാൽ ഇപ്പോഴും പേടിയാ കുണുവാവക്ക്. പിന്നെ ഗൈസ് കുറച്ച് ഓവറായിപ്പോയോ. ഇതെന്താ സംഭവം എന്നറിയോ, വീട്ടിൽ വെക്കണ്ടേന്ന് കരുതിയിട്ട് എടുത്തിട്ടതാണ്. പക്ഷേ ഞാൻ ഷാൾ ഇടുന്ന സമയത്ത് അങ്ങനെ കാണൂലാലോ. പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ ഗൈസ്. പിന്നെ നമ്മുടെ പ്യാലക്കൽ അമ്മച്ചി പറഞ്ഞിട്ടുണ്ട് കണ്ണന് എന്നെ വല്ലാതെ അങ്ങ് പരീക്ഷിക്കുന്നുണ്ട്. ആ പരീക്ഷണത്തിൻ്റെ ഭാഗമാട്ടോ ഈ കഴുത്ത് കാണുന്നതും കൈമ്മ കാണുന്നതൊക്കെ. ഇതൊക്കെ ഞാൻ സമ്പാദിച്ചിട്ട് മേടിച്ചൊരു സംഭവമാണ്. എന്ന് വെച്ചാൽ എന്നെ വിവാഹം കഴിക്കുന്ന സമയത്ത് 25 പവനും 1 ലക്ഷം രൂപയായിരുന്നു വാപ്പ സ്ത്രീധനമായിട്ട് കൊടുത്തത്. 16 വർഷം മുമ്പുള്ള കഥയാട്ടോ പറയുന്നത്. അപ്പോൾ 16 വർഷങ്ങൾക്ക് മുമ്പ് സ്ത്രീധനം അദ്ദേഹം മേടിച്ചോ എന്ന് ചോദിച്ചാൽ മേടിച്ചു കേട്ടോ. എല്ലാവർക്കും എൻ്റെ ഏട്ടത്തിമാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, എനിക്ക് മാത്രമല്ലേ. അപ്പോൾ അതൊക്കെ എൻ്റെ കാക്ക വീട് പണീൻ്റെ സമയത്ത് എടുത്ത് പോയിട്ടുണ്ടായി. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ജോലി കിട്ടിയിട്ട് നമ്മൾ സമ്പാദിച്ച് അതിൽ നിന്ന് ഓരോന്ന് വാങ്ങുമ്പോഴുള്ള ഒരു സുഖം, അത് വേറൊരു സുഖം തന്നെ ഗൈസ്. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. ആ ഒരു സന്തോഷങ്ങളാട്ടോ എൻ്റെ കഴുത്തിൽ കാണുന്നത്. എൻ്റെ വാപ്പ തന്നതിൻ്റെ ഇരട്ടി ഞാൻ വാങ്ങിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്യാലക്കൽ അമ്മച്ചി പറഞ്ഞ കണ്ണൻ പിന്നെ എവിടെയാണ് പരീക്ഷിച്ചതെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ നിങ്ങളെടുത്ത് പറയാൻ എൻ്റെ കയ്യിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. ആ ഗുഡ് ന്യൂസ് പറയാൻ എപ്പോഴാരും പറ്റുക, ഒരു 2 മന്ത് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ എന്താണ്, കഴിഞ്ഞ മാസം ഞാൻ 2 മാസം എന്നാണ് പറഞ്ഞത്. പക്ഷെ അത് 2 മാസം ഇങ്ങനെ കയറി പോകും. എന്തുവാന്ന് 2 ഗുഡ് ന്യൂസ്. ഒന്ന് ഏപ്രിൽ 23-നുണ്ട്. ബർത്ത്ഡേ ആണ് ഗൈസ്. നിങ്ങളെല്ലാവരും വിഷ് ചെയ്യണേ. അരുണേട്ടൻ്റെ ഈ മാസം 26-ാം തീയതി ഉറക്കെ പറഞ്ഞൂടെ, മോൻ്റെ ബർത്ത്ഡേ ആണോ അല്ലേ. അപ്പം നിങ്ങളെല്ലാവരും ഗൈസ് ഒന്ന് വിഷ് ചെയ്യണം. പിന്നെ ഓന് ഗിഫ്റ്റ് വാങ്ങാൻ വേണമെങ്കിൽ ആൻറ്റി പറയും പോലെ ഞാൻ എൻ്റെ ഗൂഗിൾ പേ നമ്പർ പറഞ്ഞുതരാം, 8848918005. ഞാൻ എല്ലാത്തിലും പറയും, പക്ഷെ ആരും എനിക്ക് പൈസ അയച്ചു തരില്ല. അരുണേട്ടൻ്റെ നമ്പറിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഗൈസ്. അപ്പോൾ സംഭവം അങ്ങനെയാണ്. എന്നിട്ട് ഇതൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് മേടിച്ചതാണ്. അതൊരു സുഖം തന്നെ കേട്ടോ. പക്ഷേ ഞാൻ എൻ്റെ കാക്ക നാട്ടിൽ വരുന്ന സമയത്തും കാക്കനോട് പറയും, കാക്കയ്ക്ക് ATM കാർഡ് കൊടുക്കുക. എന്നിട്ട് കാക്കനോട് പറയും, കാക്കേ നിങ്ങൾക്ക് വേണ്ട പൈസ നിങ്ങൾ ചിലവാക്കിക്കോ എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. കാരണം ഗൾഫിലൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് വരുന്ന ഒരാൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് അതാണ്. ഞങ്ങൾക്ക് അങ്ങനെ വേണ്ടിയിട്ട് പൈസ ചിലവാക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ. കാക്കക്ക് ഓൾറെഡി ഒരു ലോണുണ്ട്, ഹോം ലോണ്, അതടച്ച് തീർക്കില്ല കേട്ടോ പാവം. ഞാൻ ആകെ ടയേർഡായിക്ക് ഗൈസ്. ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഉറങ്ങിയിട്ടില്ല, വർക്കിൻ്റെ ഒരു സംഭവം ഉള്ളതുകൊണ്ട്.
നേരം വെളുക്കോളം ചിത്രം വരച്ചിരുന്നതാണ് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ഉറങ്ങാത്തതിൻ്റെ ഒരു ക്ഷീണം മുഖത്ത് വല്ലാതെ ഉണ്ട്. പക്ഷേ ഇന്നും എനിക്ക് ഉറങ്ങാനുള്ള ടൈം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. വർക്ക് വരച്ച് പകുതിയാക്കി വെച്ചിട്ടുണ്ട്, നാളെ കൊടുത്തയക്കേണ്ടതാണ്. എന്തായാലും ഏതായാലും ബൈ. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. ഒരുപാട് സന്തോഷത്തിലൂടെയും ഒരുപാട് സങ്കടത്തിലൂടെയും കടന്നു പോയതാണ്. ഞാൻ പറഞ്ഞല്ലോ, മരണം വിട്ട് പോയപ്പം കുറേ സങ്കടമായി. പിന്നെ ഞങ്ങൾ കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് പൈസ അരുണേട്ടൻ്റെ പൊട്ടിഷൂ എന്ന് പറഞ്ഞ് അങ്ങ് പോയി. എല്ലാം കൂടി മേക്കിട്ടും കയറുന്നു. അങ്ങനെയാണ് സംഭവം. അപ്പം എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വ്ളോഗുമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കൂട്ടോ. ഓക്കെ, ടാറ്റാ, ബൈ.